ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഡാറ്റ കൺവേർഷൻ മനസ്സിലാക്കി. ഈ പ്രാവശ്യം നോക്കാൻ പോകുന്നത് പേര് പോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, എല്ലാ ഡാറ്റയും ഡിജിറ്റാക്കി മാറ്റുന്നു. 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഡെസിമൽ, ദശാംശം. രണ്ടാമത്തത് ബൈനറി. 3 ഹെക്സാ ഡെസിമൽ. ഡെസിമൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രം തരാം. ബൈനറിയാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. പിന്നെ ഹെക്സാ ഡെസിമൽ അത് വളരെ ഈസിയാണ്, അത് പിന്നീട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഡെസിമൽ എന്താണെന്ന് നോക്കാം. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 10 അക്കങ്ങൾ വരും. ഈ 10 അഥവാ ഡെസിമൽ, ഈ സംഖ്യകൾ അഥവാ ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ലോകത്തുള്ള എല്ലാ സംഖ്യകളും എഴുതുന്നത്. എത്ര വലിയ സംഖ്യകളും നമുക്ക് എഴുതാം. മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 10 എണ്ണം കിട്ടും. പക്ഷെ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അതൊന്നും അറിയില്ല. നമുക്കൊരു സംഖ്യ എഴുതി നോക്കാം. ഞാനിവിടെ എഴുതുന്നു 2549. അതെങ്ങനെയാണ് 2549 ആവുന്നത്? ഓരോ സ്ഥാനത്തിനാണ് വാല്യൂ. ഇതുപോലെ തന്നെയാണ് ബൈനറിയിലും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ 9 എന്ന് പറയുന്നത് 1-ാം സ്ഥാനം, അത് ഒറ്റ, അത് 9 ആണ്. 4 നിൽക്കുന്നത് 10-ാം സ്ഥാനത്ത്, 40 എന്ന് പറയുന്നു. 5 100-ാം സ്ഥാനത്തായതുകൊണ്ട് 500. 2 1000-ന്റെ സ്ഥാനം 2000. മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ 2549 എന്നൊരു സംഖ്യ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സംഖ്യകളും എഴുതാൻ അറിയാം. ഇതിനകത്ത് 10 ചിഹ്നങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അക്കങ്ങൾ. അത് ഉപയോഗിച്ച് ഓരോ സ്ഥാനത്തിന് വാല്യൂ കൊടുത്തുകൊണ്ട് എഴുതുന്നു. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ അതിന് ഐസിക്കകത്തും ബൈനറിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈനറി എന്താണ് എന്ന് ആദ്യം പഠിക്കണം. ബൈനറി പഠിച്ചു കഴിഞ്ഞാലല്ലേ. ബൈനറി പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ ബൈനറി പഠിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്യുന്നത് പെൻഡ്രൈവിലാവട്ടെ, അല്ലെങ്കിൽ ഐസിക്കകത്താവട്ടെ, കമ്മ്യൂണിക്കേഷനിലാവട്ടെ ഒക്കെ ബൈനറി ഉപയോഗിക്കാൻ കാരണം, നമ്മളൊരു ഐസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐസിയെ സംബന്ധിച്ച് ഇതുപോലെ കുറേ പിന്നുകൾ മാത്രമേ ഉള്ളൂ, പിൻസാണ്. ഇതൊരു 28 പിൻ ഐസിയാണ്, മൈക്രോ കൺട്രോളർ ഐസി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു പിന്നിൻ്റെ കാര്യം എടുക്കുക. ആദ്യം ഒരു പിന്ന്. ഈ ഒരു പിന്നിനെ നമ്മളൊരു ബിറ്റ് എന്ന് വിളിക്കാം. ഇതിനെ സംബന്ധിച്ച് 2 അവസ്ഥ മാത്രമേ ഉള്ളൂ. 2 അവസ്ഥ മീൻസ്, ഇപ്പോൾ ഇതിനകത്തേക്ക് വോൾട്ടേജ് ഒന്നുമില്ല. സപ്പോസ് ഞാൻ ഇങ്ങോട്ടൊരു 5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ട് എന്ന് പിന്നിന് തിരിച്ചറിയാം. അത് ഒരവസ്ഥ. അതിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്തെ അവസ്ഥ, അവിടെ വോൾട്ടേജ് ഇല്ല, ഞാൻ ഓഫ് ചെയ്യുന്നു, 0. അപ്പോൾ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥ. 0 എന്ന ഒരവസ്ഥയുണ്ട്, 1 എന്ന ഒരവസ്ഥയുണ്ട്. ഈ 2 അവസ്ഥകൾ മാത്രമേ ഒരു പിന്നിനെ സംബന്ധിച്ച് നമുക്കുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ 1, 2, 3 അങ്ങനെ 8 പിന്ന് നമുക്ക് എടുക്കാം. ഒരു ഉദാഹരണത്തിന് 4 പിന്ന് അഥവാ 8 പിന്ന്, ഒരു പിന്ന്. ഇതുപയോഗിച്ച് നമ്മൾ ദശാംശ സംഖ്യകൾ കണ്ടതുപോലെ എങ്ങനെ ലോകത്തുള്ള എല്ലാ സംഖ്യകളും നിർമ്മിക്കാം എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. അതാണ് ബൈനറിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ലാതെ മറ്റേ ഭാഷ മീൻസ് നമുക്ക് മനുഷ്യന്മാർക്ക് വായിച്ചാൽ മനസ്സിലാവും 1, 2, 3 എന്നുള്ളത്. ഐസിയെ സംബന്ധിച്ച് അതൊന്നും മനസ്സിലാവില്ല. നമ്മളെ ഡെസിമൽ ഒന്നും ഇതിന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതിനറിയാൻ പറ്റുന്ന ഏക അവസ്ഥ 2 അവസ്ഥയുള്ളൂ. ഒന്ന് 0 എന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹൈ. 1 എന്നുള്ള അവസ്ഥ നമുക്ക് ഹൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 1 എന്ന് വിളിക്കാം. 0 എന്നുള്ള അവസ്ഥയെ, അല്ലെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്ത അവസ്ഥയെ നമുക്ക് 0 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ലോ എന്ന് വിളിക്കാം. അതാണ് 1-0 എന്ന് പറയാൻ കാരണം ഒരു പിന്നിനെ സംബന്ധിച്ചുണ്ടാകുന്ന 2 അവസ്ഥകളാണ് ബൈനറിയിൽ നമുക്ക് 2 അവസ്ഥകളായിട്ട് എടുക്കുന്നത്. ബൈനറി, ബൈ എന്ന് പറഞ്ഞാൽ 2. ഐസിയിൽ കണ്ടു ബിറ്റ്, 1 ബിറ്റ്, 2 ബിറ്റ്, 4 ബിറ്റ്, 8 ബിറ്റ്, ഇങ്ങനെയൊക്കെ ബിറ്റിൻ്റെ കണക്കാണ്. നമ്മളവിടെ ദശാംശത്തിൽ സ്ഥാനം സംഖ്യ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഓരോ സ്ഥാനത്തിനും ബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അവസ്ഥ മാത്രം ആയതുകൊണ്ട് ഒരു ബിറ്റ് എടുക്കുകയാണെങ്കിൽ 2 അവസ്ഥ, 0 അല്ലെങ്കിൽ 1. അതാണ് ഈ 10 എന്നൊക്കെ നിങ്ങൾ കാണുന്നത്. ഇതിന് മെഷീൻ അഥവാ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതിനെ മെഷീൻ ലാംഗ്വേജ് എന്നൊരു പേര് കൊടുത്തു. മനുഷ്യന് വായിക്കാൻ കഴിയാത്തത് മെഷീന് മാത്രം തിരിച്ചറിയാവുന്ന, അങ്ങനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് വരാൻ കാരണം. ഇനി നമുക്കറിയേണ്ടത്, ഒരു ബിറ്റ് കൊണ്ട് എത്ര സംഖ്യ വരെ എഴുതാൻ കഴിയും? ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ സംഖ്യ. അതുപോലെ 2 ബിറ്റ് കൊണ്ട് എത്ര എഴുതാൻ കഴിയും? 4 ബിറ്റ് അഥവാ 8 ബിറ്റ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് 4 ബിറ്റ് എന്നുള്ള സ്റ്റേജാണ് വരുന്നത്. 4 ബിറ്റിനെ നമ്മൾ നിബിൾ എന്ന് വിളിക്കും. NIBBLE, നിബിൾ.
അതുപോലെ 2 നിബിൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ 4 ബിറ്റുകൾ അഥവാ 2 നിബിളുകൾ ഒരുമിച്ച് നിന്നാൽ അതിനെ ബൈറ്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിലൊക്കെ നിങ്ങൾ ഇത്ര ബൈറ്റ്, കിലോ ബൈറ്റ് എന്നൊക്കെ കേട്ടില്ലേ? ഈ ബൈറ്റ് 8 ബിറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ അതിനെ ഒരു ബൈറ്റ് എന്ന് വിളിക്കുന്നു. അതല്ലെങ്കിൽ 2 നിബിൾ ഒരുമിച്ച് ചേർന്ന് നിന്നാലും 8 ബിറ്റായി. കാര്യം ഒരു നിബിൾ 4 ബിറ്റാണല്ലോ. ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ബിറ്റിൻ്റെ എണ്ണം കൂട്ടുന്നത്? ഓരോ ബിറ്റിനും എഴുതാൻ കഴിയുന്ന പരമാവധി സംഖ്യയ്ക്ക് ഒരു അളവുണ്ട്. ഒരു ബിറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി 2 അവസ്ഥയേ ഉള്ളൂ. ഒന്ന് ലോ അല്ലെങ്കിൽ ഹൈ, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. അതുകൊണ്ട് 0 എന്നുള്ള സംഖ്യ എഴുതാം, അതല്ലെങ്കിൽ 1 എന്ന് എഴുതാം. ഇതേ ഒരു ബിറ്റ് കൊണ്ട് സാധിക്കും. അതുപോലെ 2 ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി എഴുതാൻ പറ്റുന്ന സംഖ്യ 3 ആണ്. 4 ബിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഥവാ ഒരു നിബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരമാവധി എഴുതാൻ കഴിയുന്ന സംഖ്യ 15. 15ന് തുല്യമായ ബൈനറി എഴുതാൻ കഴിയും. അതുപോലെ 8 ബിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ബൈറ്റ്, 8 ബിറ്റ് അഥവാ ഒരു ബൈറ്റ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതിനിധാനം കഴിയുന്ന ദശാംശ സംഖ്യ എന്ന് പറയുന്നത് പരമാവധി സംഖ്യ 256 വരെ നമുക്ക് എഴുതാൻ പറ്റും. 0 മുതൽ 255, 256 വരെ നമുക്ക് എഴുതാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് ഇത്രയും ബിറ്റുകൾ നിങ്ങൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ 8 ബിറ്റിന് പകരം 8 LEDs യൂസ് ചെയ്യാം. 8 LED യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ ഓരോ LED തെളിയുമ്പോഴും എത്രയാണ് സംഖ്യ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായി ഒറ്റ നോട്ടത്തിൽ തന്നെ പരമാവധി 8 ബിറ്റിൻ്റെങ്കിലും സംഖ്യ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ വരണം. അപ്പോഴേ ബൈനറിയും ഡെസിമലും തമ്മിലുള്ള ബന്ധം, നമ്മളത് ഐസിക്കകത്തേക്ക് എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ 8 ബിറ്റ് എങ്ങനെ എഴുതും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സ്ഥാനത 1 മുതൽ നമ്മൾ 8 വരെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നു. ഇനി അതിൻ്റെ നേരെ താഴെ LED കണക്ഷൻ കൊടുക്കുന്നു. LED 0 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഫായ അവസ്ഥയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വായിക്കുമ്പോൾ നമ്മൾ ദശാംശ സംഖ്യയിൽ ചെയ്തതുപോലെ തന്നെ വലത് വശത്ത് നിന്ന് ഇടത്തോട്ടാണ് വാല്യൂ വരേണ്ടത്. ഇടത്തെ അറ്റത്ത് ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന 1 എന്ന് എഴുതിയതിൻ്റെ താഴെ വരുന്ന LED ഓൺ ആവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഏറ്റവും കൂടിയ വാല്യൂ ആയിരിക്കും. 8ൻ്റെ താഴെ വരുന്നതാണെങ്കിൽ കുറഞ്ഞതായിരിക്കും. 1ൻ്റെ താഴെ വരുന്നതിൻ്റെ വാല്യൂ ഒക്കെ 0 ആണെങ്കിൽ 8 ബിറ്റിൻ്റെ കാര്യത്തിൽ 8 ബിറ്റിൽ നമ്മൾ പറഞ്ഞു പരമാവധി എഴുതാൻ കഴിയുന്ന സംഖ്യ നമുക്ക് 256 ആണ്. ഇനി വലതുവശത്ത് എഴുതി തുടങ്ങാം. വലതുവശത്ത് എല്ലാം 0 ആണെങ്കിൽ 0, വലതുവശത്തുള്ള LED മാത്രം ഓണായി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1, 00001 എന്ന് പറയുന്നു. അതുപോലെ തൊട്ടടുത്ത 7ൻ്റെ താഴെ വരുന്നത് തെളിയുന്നെങ്കിൽ ആ LED മാത്രമാണെങ്കിൽ അതിൻ്റെ വാല്യൂ 2. ഇരട്ടിയാണ് പോകുന്നത്. 1, 2, 4, 8, 16, 32, 128 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പറയുന്നില്ലേ 32 ബിറ്റ് 64 ബിറ്റ് എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ അത്രയും ബിറ്റ് നിങ്ങളൊരു പേപ്പറിൽ എഴുതി അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കുറേ സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് മുഴുവൻ എഴുതി പരിശീലിക്കുമ്പോഴാണ് ഈ ബൈനറിയിൽ ഈ ഓരോ ലെറ്റർ തെളിയുന്ന സമയത്ത് ആ സംഖ്യയിലുണ്ടാകുന്ന വ്യത്യാസം, അതും നമ്മുടെ ദശാംശ സംഖ്യയായിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇവിടെ വലത് 8ൻ്റെ താഴെ വരുന്ന LED മാത്രം ഓണാണെങ്കിൽ 1 എന്ന സംഖ്യയും, ഇടത്തെ അറ്റത്ത് 1ൻ്റെ താഴെ വരുന്ന LED മാത്രം ഓണാണെങ്കിൽ 256 എന്ന സംഖ്യ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇത് പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. മാക്സിമം വളരെ എളുപ്പമാണ്, പക്ഷെ ഒന്ന് പരിശീലിക്കണമെന്നേ ഉള്ളൂ. വീണ്ടും ഞാൻ 8 LED മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ വാല്യൂ എല്ലാം ഓഫാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0, 0 എല്ലാം ഓഫാണ്. ഇപ്പോൾ ലോ കണ്ടീഷനിലാണ് എല്ലാ LED, അല്ലെങ്കിൽ പിന്നുകളാണെങ്കിൽ പിന്ന് ഒക്കെ 0 വോൾട്ടിൽ കിടക്കുകയാണ്. ഇനി 1 എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? വലത്തെ അറ്റത്തുള്ള ഒരു LED മാത്രം ഓൺ ചെയ്യുന്നു, ബാക്കിയൊക്കെ 00001. ഇപ്പോൾ ബൈനറി വാല്യൂ സമം 1, ദശാംശ സംഖ്യയ്ക്ക് 1 തുല്യമായ ബൈനറിയാണ്. ഇപ്പോൾ 8 ബിറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 8 ബിറ്റിൽ 4 ബിറ്റിലും ഒക്കെ എഴുതാൻ പറ്റും, സംഖ്യ കുറവായിരിക്കും. ഇനി 3 എന്ന സംശയം ഉണ്ടാകുന്ന ഒറ്റ സംഖ്യ എഴുതാൻ കിട്ടും? തീർച്ചയായും സാധിക്കും, ഒറ്റ സംഖ്യ എഴുതാൻ പറ്റും ഇതിനകത്ത്. ഇപ്പം രണ്ടാമത്തെ വരി 7 എന്ന സ്ഥാനത്ത് വലതുവശത്ത് നിന്ന് ഇടത്തോട്ട് രണ്ടാമത്തെ LED മാത്രം തെളിയുമ്പോൾ അവിടെ എന്ത് കിട്ടി? 2 എന്നുള്ള സംഖ്യ. അപ്പോൾ ഒരൊറ്റ LED കൊണ്ട് തന്നെ നമുക്ക് സംഖ്യ മാറ്റാൻ കഴിയും.
ഇനി നിങ്ങൾക്ക് ഒറ്റസംഖ്യ എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? 2 എന്നുള്ള LED ഓൺ ചെയ്യുന്നു, 1 എന്നുള്ള LED ഓൺ ചെയ്യുന്നു. അപ്പോൾ 2 കൂട്ടണം 1 സമം 3. അപ്പോൾ ഒറ്റസംഖ്യ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ സ്ഥാനത്തിനും വാല്യൂ കൊടുക്കാൻ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 1, 2, 4, 8, 16, 32. അതുപോലെ ആ LED ഏതാണോ നമുക്ക് സംഖ്യ വേണ്ടത് ആ സംഖ്യയ്ക്ക് അനുയോജ്യമായ LED മാത്രം ഓൺ 1 എന്ന് എഴുതുക. അങ്ങനെ മൊത്തം ആ 8 ബിറ്റിലാണെങ്കിൽ 8ൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 4 എന്ന് എഴുതിയ നോക്കൂ. 4 എന്ന് പറയുന്നത് മൂന്നാമത്തെ LED മാത്രം. കാരണം 1, 2, 4 നാലാം സ്ഥാനമാണ് ബൈനറിയിൽ. അപ്പോൾ ആ LED മാത്രം ഓൺ ആയപ്പോൾ അതിൻ്റെ സംഖ്യ നമുക്ക് 4 കിട്ടി. ബൈനറിയിൽ വായിക്കുകയാണെങ്കിൽ 0 0 0 0 0 1 0 0 8 ബിറ്റിൽ 8 കംപ്ലീറ്റ് വായിക്കണം 8 ബിറ്റ് ആവുന്ന സമയത്ത്. പരമാവധി പരിശീലിക്കുക എന്നുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. 1 എന്ന് വരാൻ വേണ്ടി വലത്തേ അറ്റത്തെ LED മാത്രം ഓൺ ആവുന്നു. രണ്ടാം സ്ഥാനത്തിൽ LED മാത്രമാണെങ്കിൽ 2 വരുന്നു. 2ഉം 1ഉം കൂടെ ഒരുമിച്ച് തെളിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ 2 LED ഒരുമിച്ച് തെളിയുകയാണെങ്കിൽ അത് 2ഉം കൂടെ കൂട്ടി 3 വരുന്നു. നാലാമത്തെ സ്ഥാനത്തുള്ള LED മാത്രമാണ് തെളിയുന്നെങ്കിൽ 8 ബിറ്റിൽ 4 എന്ന സംഖ്യ വരുന്നു. ഇങ്ങനെയാണ് ബൈനറിയിൽ നമ്മൾ ഈ ദശാംശ സംഖ്യ തമ്മിലുള്ള ബന്ധം വരുന്നത്. ഇപ്പം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചോ ICയെ സംബന്ധിച്ചോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന് ആ സംഖ്യ മനസ്സിലാവുന്നു. ഇതാണ് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ രജിസ്റ്ററുകളാവട്ടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവട്ടെ ഈ അവസ്ഥ ഒരു ഓൺ എന്ന അവസ്ഥയും ഓഫ് എന്ന അവസ്ഥയും സ്റ്റോർ ചെയ്തുകൊണ്ട് സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പെൻ ഡ്രൈവിലാവട്ടെ ഒക്കെ സൂക്ഷിക്കുന്നത്. ഈ 0 0 0 1 എന്ന് പറയാനുള്ള കാര്യം ഇതാണ്. ഇങ്ങനെയാണ് അവിടെ എല്ലാം ഡാറ്റ സൂക്ഷിക്കപ്പെടുന്നത്. അടുത്തതായി 8 ബിറ്റ് മനസ്സിലാക്കി. ഇനി കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി 4 ബിറ്റിൽ നമുക്ക് നോക്കാം. 4 ബിറ്റിന് ഞാൻ 4 LED എടുത്തിരിക്കുന്നു. പഴയതുപോലെ തന്നെ വലത്തേറ്റത്തെ 1 മാത്രം തെളിഞ്ഞ 1, 3 ആണെങ്കിൽ 1ഉം 2ഉം. ഇനി 4 ബിറ്റും കൂടി ഓൺ ആണെങ്കിൽ എന്ത് സംഭവിച്ചു? 1 1 1 1. അപ്പോൾ സ്ഥാനത്തിൻ്റെ വാല്യൂ നോക്കൂ. 8 + 4 + 2 + 1 = 15. ഇതാണ് 4 ബിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന പരമാവധി സംഖ്യ 15 ആണെന്ന് പറയാൻ കാരണം. ടോട്ടൽ 15 എഴുതാം. അപ്പം വലിയ വലിയ സംഖ്യകൾ എഴുതേണ്ട സമയത്ത് ബിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഓരോ സ്ഥാനത്തിന് വാല്യൂ ഉണ്ടെന്നും ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യ എഴുതാൻ സാധിക്കുന്നു. വലിയ വലിയ സംഖ്യ എഴുതണമെങ്കിൽ ബിറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ പരമാവധി പരിശീലിക്കുക. പരിശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അടുത്തത് ഇനി പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കാനുള്ളൂ. പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോഡിങ്ങിൻ്റെ സമയത്താണ് ഹെക്സാഡെസിമൽ പറഞ്ഞത്. അത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് പറയാനുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ പഠിച്ചു കഴിയും ഹെക്സാഡെസിമൽ. പ്രാക്ടിക്കലിന് വേണ്ടി ICകളൊക്കെ വളരെ വില കുറഞ്ഞ ICകൾ 5 രൂപ 10 രൂപയ്ക്ക് കിട്ടുന്ന ICകളാണ്. ഞാനിവിടെ 1 2 ICൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. ആ ICകളൊക്കെ നിങ്ങൾ വാങ്ങി അതിൻ്റെ സർക്യൂട്ടും നെറ്റും തന്നെ വളരെ സിമ്പിളാണ്. 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പിൻ കണക്ഷൻ സർക്യൂട്ടൊക്കെ ഒന്ന് അടുത്ത വീഡിയോ ഞാനിപ്പോൾ സിമ്പിൾ ഇലക്ട്രോണിക്സിൻ്റെ വീഡിയോ കുറേ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഒരുമിച്ച് പഠിക്കേണ്ടവർക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾ വാങ്ങേണ്ട ICൻ്റെ പേരാണ് 74 സീരീസ് എന്ന് പറയും. 74 LS 93. LS എന്ന് പറയണമെന്നൊന്നുമില്ല. കടയിൽ ചെന്നിട്ട് 7493 IC വേണമെന്ന് പറഞ്ഞാൽ മതി. ആ IC വാങ്ങുക. ഒരു 1K റെസിസ്റ്റർ 10 15 എണ്ണം വാങ്ങുന്നു. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ വാങ്ങുന്നു. ഇത്രയും വാങ്ങുന്നു. ഈ 2 ICകളും വാങ്ങി പരമാവധി നിങ്ങൾ അതിനെക്കുറിച്ച് സ്വയം എത്രത്തോളം അത് പഠിക്കാൻ കഴിയും എന്ന് ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത്. രണ്ടാമത് വാങ്ങേണ്ട IC 7447 7447. ഈ 2 ICയും എന്തിനാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ICകളൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രാക്ടിക്കലും എല്ലാ വിശദ വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.